പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുയ്യത്താണ്. മുയ്യത്തെ പച്ചക്കറിയുടെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഇന്ന് കാണാം അറിയാം. അപ്പോൾ മുയ്യത്തെ വയലും പച്ചക്കറിയും എല്ലാമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം ഇവിടെ ഉള്ളത് ചീരയാണ് കാണുന്നത്. പച്ചക്കറിയെല്ലാം കുറച്ച് അങ്ങോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ റോഡരികിന്ന് ചീര വെക്കുന്ന ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെന്നാ? പേര് കല്യാണി. എവിടെ വീട്? അടുക്കോ? അടുത്ത് തന്നെയാ? അടുക്കും അടുത്ത് തന്നെ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? 2-3 മാസമായി വിൽക്കുന്നത്. ചീര മാത്രം. അപ്പം നാട്ടിലെ ചീര അല്ലേ? ഓക്കെ, നാടൻ ചീര. ഓക്കെ. അപ്പോൾ എത്രയാന്ന് കെട്ടിന്? 30 റുപ്യ വാങ്ങുന്നു. അപ്പം ഓക്കെ 30 റുപ്യ. അപ്പോൾ അങ്ങനെ ഉള്ളത്. അപ്പോൾ ഇത് എത്ര മാസമായി തുടങ്ങിയിട്ട്? 2-3 മാസമായി. അപ്പം മോശമൊന്നുമില്ല. രാവിലെ എത്ര മണിക്ക് വരൂ? രാവിലെ ഒരു 10 മണിയെല്ലാം എല്ലാം പറിച്ചിട്ടെല്ലാം എടുത്ത് മക്കൾ ഇവിടെ കൊണ്ടുതരും. അതെ, പറിച്ചിട്ടെല്ലാം എടുത്തിട്ട് ഇവിടെ കൊണ്ടുതരും. എന്നിട്ട് നിങ്ങൾ വിൽക്കും. അതേപ്പോ നല്ല. അപ്പോൾ ഒരേ നിർത്തുന്ന ഞാൻ ഇരിക്കലൊന്നുമില്ല, ഇരിക്കൊന്നുമില്ല, സ്റ്റൂളൊന്നുമില്ല അല്ലേ? സ്റ്റൂളൊന്നുമില്ല. അല്ല, ഞാൻ പറയാം വെറുതെ. നമ്മള് വിൽക്കാൻ തുടങ്ങി കുറേ കൊല്ലായി. അതെ, അല്ല ഞാൻ പറയാം വണ്ടിയൊന്നും അതാ ഇല്ലെങ്കിൽ കുറച്ച് സമയം ഇരിക്കാലോ, വെറുതെ കാലടിച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിൽ പോകുന്ന ആളുകൾ ഇത് കണ്ടിട്ട് സൈഡിൽ നിർത്തിയിട്ട് വാങ്ങും അല്ലേ? അതെ. അപ്പോൾ എന്തായാലും കല്യാണിച്ചിന് എടുക്കുന്ന നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ചീര വാങ്ങണം. നല്ല നാട്ടിലെ ചീരയാണ്. അതെ, ഒരു പ്രായം കാണുമ്പോൾ ഒരു കുറച്ച് പ്രായമുണ്ട്. അപ്പോൾ ഫോട്ട് ഏതായാലും ഒന്ന് വാങ്ങാം അല്ലേ? എന്താ അങ്ങനെ തോന്നും. അങ്ങനെ നല്ല. എന്നാലും നിങ്ങൾ ഈ പ്രായത്തിലും അധ്വാനിച്ച് ജീവിക്കുന്നതാണ് കല്യാണിച്ചിൻ്റെ ആ ഒരിത് അല്ലേ? അതാണ് കല്യാണിച്ചി. ആരും മുമ്പിലും തോറ്റു കൊടുക്കൂല അല്ലേ? സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കി പതിവില്ല. അങ്ങനെ ആയിരിക്കണം. അതാണ് നമ്മളെ കല്യാണിച്ചി ഈട നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. അപ്പം എന്തായാലും അതെ, കയ്യിൽ നിർത്തോളം കാലം, അതായത് അവനവന് കഴിയുന്ന കാലത്തോളം അത് കഴിയില്ല. അത്ര വരെ നമ്മൾ ആരെയും അതിൽ ആശ്രയിക്കാണ്ട് സ്വയം പര്യാപ്തത, സ്വന്തം കാലം നിൽക്കാൻ പറ്റണം അല്ലേ? അതെ, സ്വന്തം കാലം നിൽക്കാൻ പറ്റണം. പക്ഷെ കല്യാണിച്ച് ഇടയ്ക്ക് ഇരിക്കണം. ഒരേ നിർത്തം നിൽക്കരുത്. സ്വന്തം കാലത്ത് തന്നെ നിൽക്കുന്നത്, പക്ഷെ ഒരേ നിർത്തം നിന്നാൽ കാല് കടിച്ചെടുക്കും ഇല്ലേ? ഓക്കെ. അതെ, അതുകൊണ്ട് ഇടയ്ക്ക് ഇരിക്കണം. ഒരു സ്റ്റൂള് എന്തെങ്കിലും വെച്ചാൽ മതി. അതെ. അപ്പം ഭക്ഷണമെല്ലാം ഇടുന്ന കഴിക്കുക? പലഹാരം. അപ്പോൾ ഉച്ചക്ക് ചോറൊന്നുമില്ല? ഓ, അങ്ങനെ അത് തന്നെ. അപ്പോൾ വണ്ടിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചില സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യുമ്പോൾ പാഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ വേണം. വണ്ടി വന്ന് നല്ല മുട്ടിട്ട് പോലോ ഞാൻ പറഞ്ഞിട്ട്. അതാ ഞാൻ പറഞ്ഞേ, വണ്ടിയെ ശ്രദ്ധിക്കണം. വണ്ടി നമ്മൾ വിചാരിച്ച പോലെയല്ല. ചില സമയം പരക്ക പാശലായിരിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുള്ള. അതെ, അങ്ങനെ ഇങ്ങനെല്ലാം വരും. വരുന്നതും തിരിയില്ല. നമ്മളിത് കച്ചവടത്തിൻ്റെ തിരക്കായിരിക്കും അല്ലേ? ശ്രദ്ധ ഇതിലുണ്ടാവുക. അപ്പോൾ ശ്രദ്ധ ഇതിലാകുമ്പോൾ ശ്രദ്ധ കുറച്ച് അപ്പുറം വേണം. എന്താ, വണ്ടി വന്ന് കൊത്തിക്കളയും. അതുകൊണ്ട് പിന്നെ അതും കൊണ്ടുപോയേണ്ടി വരും. അതുകൊണ്ട് വളരെ കണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെ, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധ വിട്ടുപോകും. ശ്രദ്ധ വെച്ചാൽ എന്താവും? അതെ. അപ്പോൾ അതുകൊണ്ട് കല്യാണിച്ച് നിങ്ങൾ അതെ. അപ്പോൾ ശ്രദ്ധ തെറ്റിപ്പോറും. അടിതെറ്റി ആനയും വീന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുള്ള. അപ്പോൾ എന്തായാലും കച്ചവടം ഉഷാറാകട്ടെ. നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുമെങ്കിലും നമ്മളെ കല്യാണിച്ചെടുക്കുന്ന വാങ്ങണം. അതെ. ഓ, എല്ലാം കിട്ടിയല്ലേ? അപ്പം വലിയ ആളാന്ന്. പിന്നെ തിരിച്ചൽ കാർഡിന്റെ ഫോട്ടോ ഇതെല്ലാം പേപ്പറിൽ എടുത്തു. ഓ, അപ്പോൾ ഒരുപാട് കാര്യം നടന്നു. മതി. അപ്പം പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇത്ര
ഇത്രയും പ്രായമുട്ടെല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നില്ല ഒരു അതെ 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 അല്ല അത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലും ആ നിങ്ങൾ ആ അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ ആരും മുമ്പിലും തോറ്റു കൊടുക്കൂല പോയാലും കളക്കും കണ്ടം കളക്കണമെങ്കിൽ പിന്നെ അതാണ് ഇപ്പം ആ 18ന്റെ ചുറുചുറുക്ക് നിങ്ങളടുത്തുണ്ട് വർക്ക് കാണിക്കും അതാണ് അങ്ങനെ ആയിരിക്കണം അതായിരിക്കണം അതാണ് മനസ്സ് അതായത് മനസ്സാണ് നമ്മൾ ഏറ്റവും വലിയത് പ്രായം വെറും നമ്പറാണ് ഇപ്പം വയസ്സൊന്നുമല്ല വയസ്സ് ഇപ്പം എത്രേ വയസ്സ് 76 77 ആകാനായി 77 കണ്ടാൽ 17 തോന്നും അല്ല 17 ആ ചുറുചുറുക്കാ പറയുന്നത് തിരിഞ്ഞാ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാ ഇല്ല അതാ പറഞ്ഞത് ആ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആ 27 അങ്ങ് 17 ആ ചുറുചുറുക്കോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത് അതെ എന്തായാലും ദൈവം സഹായിക്കട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതായത് കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഇത് ഇനിയും തന്നെ ആ ഒരു ആരോഗ്യ സൗഖ്യം നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കല്യാണേച്ചിക്കും നല്ലൊരു കച്ചവടം നടക്കട്ടെ എന്തായാലും നല്ലൊരു ചാനല് ഇത് ചാനൽ എൻ്റെ ചാനൽ തന്നെയാണ് അത് യൂട്യൂബ് ചാനൽ എന്ന് പറയും അപ്പോൾ ശരി കല്യാണേച്ചി കണ്ടതിന് നന്ദി സന്തോഷം ഐശ്വര്യ സമ്പൂർണ്ണമായ വിഷു ആശംസകൾ നേരുന്നു ഓക്കെ ഓക്കെ ഓക്കെ